മക്കളെ എല്ലാവർക്കും ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ടൊക്കെ സാധിച്ചോ? അപ്പോൾ കുറേ പേര് മിസ്സിന് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ എക്സാമിനർ ഓഫീസിലായാലും കുറേ പേര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമൊക്കെ തോന്നി. കാരണം നമ്മൾ ഇത്രയധികം രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ക്ലാസ് എടുക്കുന്നതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ എന്നൊക്കെ അറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഓരോ റിപ്ലൈ കാണുന്ന സമയത്തും. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുവരെ നമ്മുടെ കഴിഞ്ഞ എക്സാംസ് ഏതൊക്കെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞു, ഹിന്ദി കഴിഞ്ഞു, ദെൻ അതിനുശേഷം നമ്മുടെ മലയാളം സെക്കൻഡും കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മലയാളം സെക്കൻഡ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇനി റിലാക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ സമയമുണ്ടോ? ഇല്ല. നമ്മളിനി അടുത്ത പരിപാടിയിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. എന്നാണ് ഇനി നമുക്ക് വരുന്ന എക്സാംസിലേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റിലാക്സിങ് ആയിട്ടുള്ള വളരെ കുറച്ച് ദിവസം ശനി ഞായറും അല്ലേ. അപ്പോൾ ആ ദിവസങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തറിയണം? ഇനി ഏതൊക്കെ എക്സാംസ് ആണ് ഇനി നമ്മുടെ മുന്നിലേക്ക് അല്ലേ വില്ലന്മാരായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ 16-ാം തീയതി മൺഡേ തന്നെ നമുക്ക് ഏതാണ് സോഷ്യൽ സയൻസ് ആണ് എക്സാം വരുന്നത്. അതിനുശേഷം 17-ാം തീയതി നിങ്ങൾക്ക് മാത്സിൻ്റെ എക്സാം ആണ് വരുന്നത്. പിന്നെ 18-ാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ്. ദെൻ 19-ാം തീയതി നിങ്ങൾക്ക് ഏതാണ് ബേസിക് സയൻസിൻ്റെ എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ സയൻസിനായാലും അതേപോലെ തന്നെ ബേസിക് സയൻസിനായാലും നമുക്ക് തീരെ പഠിക്കാൻ സമയമില്ല അല്ലേ. ഇപ്പോൾ ബേസിക് സയൻസിനും സോഷ്യൽ സയൻസിനും തലേ ദിവസം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ദിവസങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയുടെ തലേ ദിവസം കുറച്ചും കൂടെ കൂളായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ പ്ലാൻ എന്നുള്ള മിസ് പറഞ്ഞുതരാം. ഇന്ന് രാത്രി, കാരണം ബേസിക് സയൻസ് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയുടെ തലേ ദിവസം പോയിരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് രാത്രി നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരിക്കും. മിസ്സും വരും, അതേപോലെ തന്നെ നമ്മുടെ ദിൽഷ മിസ്, രണ്ടുപേരും കട്ടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാതും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ. ഇന്ന് നമ്മൾ ബേസിക് സയൻസ് സെറ്റ് ആക്കുന്നു. പിന്നെ അടുത്ത ലക്ഷ്യം എന്താണ്? അടുത്ത ലക്ഷ്യം നമ്മുടെ സോഷ്യലാണ് അല്ലേ. സോഷ്യൽ കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സാറ്റർഡേയും സൺഡേയും നമ്മൾ സോഷ്യൽ സയൻസ് നല്ലോണം അരച്ച് കലക്കി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. ഈ ശനിയും ഞായറും കിട്ടുന്നത് റിലാക്സ് ചെയ്യാൻ മാത്രമാണല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇനി കുറച്ച് ദിവസം കൂടെ എൻ്റെ കുട്ടികൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി, നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. റെഡി ആണല്ലോ? ഇനി അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ദിവസവും എക്സാമിന് നിങ്ങൾ പോകുന്ന അന്ന് നിങ്ങൾക്കൊരു മോർണിംഗ് ബൂസ്റ്റർ റിവിഷനും ഉണ്ടായിരിക്കും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആരും തന്നെ അത് മിസ് ചെയ്യാനും പാടില്ല. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു ക്രിസ്മസ് എക്സാമിൽ ഇനി വലിയ സബ്ജക്റ്റുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഇതുവരെയൊക്കെ നല്ല കൂളായിട്ടൊക്കെ കഴിഞ്ഞതുപോലെ ആയിരിക്കില്ല. ഇനി അങ്ങോട്ട് കുറച്ച് വലിയ പുള്ളികളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരൊറ്റ ലൈവ് പോലും മിസ് ചെയ്യാൻ പാടില്ല. അടിപൊളിയായിട്ട് എക്സാം സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പം തന്നെ നല്ല കിടിലമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറക്കരുത്, ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ ലൈവ്.